ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹിരോഷിമ നിഴലുകൾ അഥവാ ന്യൂക്ലിയർ നിഴലുകൾ? വീഡിയോയിലേക്ക് കിടക്കാം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വിതറിയ ആറ്റം ബോംബ് സ്ഫോടനത്തിന്റെ ഭീകരമായ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹിരോഷിമ ഷാഡോസ്. ആറ്റം ബോംബ് പതിച്ചപ്പോൾ സ്ഫോടനത്തിന്റെ തീവ്രത വളരെ വലുതായിരുന്നു. അത് മനുഷ്യരുടെയും വസ്തുക്കളുടെയും നിഴലുകൾ ഭൂമിയിൽ, ഭിത്തികളിൽ അല്ലെങ്കിൽ മറ്റു ഉപരിതലങ്ങളിൽ സ്ഥിരമായി പതിപ്പിച്ചു. ബോംബിന്റെ ചൂട് കാരണം നിഴൽ പതിഞ്ഞ ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവശേഷിച്ച ഭാഗം വെന്തുപോവുകയും ചെയ്തു. ഇത് ആ നിഴലുകൾക്ക് ഒരു സ്ഥിരമായ രൂപം നൽകി. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് ഏകദേശം 15,000 ടൺ TNTയുടെ ശക്തിയുള്ള ഒരു സ്ഫോടനമായിരുന്നു. ആറ്റം ബോംബ് സ്ഫോടനമുണ്ടാകുമ്പോൾ അതിന്റെ തീവ്രമായ താപവും വെളിച്ചവും ഒരു നിമിഷം കൊണ്ട് ചുറ്റുമുള്ള എല്ലാം ചുട്ടുപൊളിച്ചു. ഈ വെളിച്ചം ഒരു വസ്തുവിന്റെയോ മനുഷ്യന്റെയോ പിന്നിൽ പതിച്ചപ്പോൾ ആ വസ്തു അല്ലെങ്കിൽ മനുഷ്യൻ വെളിച്ചത്തെ തടഞ്ഞു. എന്നാൽ ചുറ്റുമുള്ള ഉപരിതലം വെളിച്ചം ഏറ്റ് വെളുത്തുമാറി. അതിനാൽ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ നിഴൽ ഉപരിതലത്തിൽ സ്ഥിരമായി പതിഞ്ഞു. ഈ നിഴലുകൾ ഹിരോഷിമയിൽ പലയിടത്തും കാണപ്പെട്ടു. ഉദാഹരണത്തിന്, ഒരു പാലത്തിന്റെ പടവുകളിൽ ഒരു വ്യക്തി ഇരുന്നിരുന്ന സ്ഥലത്ത് അയാളുടെ നിഴലിന്റെ രൂപം പതിഞ്ഞത് പ്രശസ്തമാണ്. ഈ നിഴലുകൾ ആണവായുധങ്ങളുടെ ഭീകരതയുടെ ഒരു ദൃശ്യ തെളിവായി നിലനിൽക്കുന്നു. ഈ നിഴലുകൾ ന്യൂക്ലിയർ ഷാഡോസ് എന്നും അറിയപ്പെടുന്നു. ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിൽ ഇത്തരം നിഴലുകൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിഴലുകൾ ഒരു തരത്തിൽ സ്ഫോടന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ അവസാന നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പലരും സ്ഫോടനത്തിന്റെ തീവ്രതയിൽ തൽക്ഷണം ബാഷ്പീകരിക്കപ്പെട്ടു. അവരുടെ നിഴലുകൾ മാത്രം ബാക്കിയായി. ന്യൂക്ലിയർ നിഴലുകളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.